മാലിന്യ പ്രശ്നത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാലിന്യ പ്രശ്നം വീണ്ടും വീണ്ടും അല്ലേ സജീവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് വീണ്ടും വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വെയിറ്റിംഗ് ആണ്. കോൾ ഞാൻ പ്രേമാനന്ദൻ. ഹലോ, പ്രേമാനന്ദൻ. ഞാൻ നേരത്തെ സാറിന്റെ എന്റെ പേര് കേട്ടപ്പോൾ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചു. അതെ അതെ, ഞാൻ ആ സൗണ്ട് കേട്ടപ്പോ എനിക്ക് പ്രേമാനന്ദൻ തോന്നി. ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോ അതേ വിളിക്കും സാറേ സൗണ്ട്. അപ്പൊ പറഞ്ഞോളൂ, എന്താണ് ഈ വിഷയത്തെ കുറിച്ച്? ഇത് ഈ മറ്റേ ഹോട്ടലൊക്കെ ഒരുപാടായില്ലേ നമ്മുടെ പഴയ കാലം ഇപ്പൊ. അപ്പൊ അതപ്പം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വേസ്റ്റൊക്കെ അവർ കണ്ടമാനം ഹോട്ടലായപ്പോഴേക്കും കണ്ടമാനം വേസ്റ്റ് വരും. അപ്പൊ ഇവർക്ക് ലൈസൻസ് ഒക്കെ കൊടുക്കുമ്പോ പറയണം നിങ്ങളുടെ വേസ്റ്റ് നിങ്ങൾ എവിടെ റെഡിയാക്കും ചോദിച്ചാൽ റെഡിയാക്കി വേണം കൊടുക്കാൻ. അത് പിന്നെ ഇപ്പൊ പഴയ കാലം സാറേ ഞങ്ങളാണെങ്കിൽ വരില്ല, ഞങ്ങൾക്ക് കുറച്ച് വേസ്റ്റേ ഉള്ളൂ. കഴിയാതും രാത്രിയൊക്കെ വെച്ചമില്ലാതെ ഞങ്ങൾ കഴിച്ചു കൂട്ടും. അതുമായിട്ട് ചോറുണ്ടെങ്കിൽ അത് വീട്ടിലേക്കകത്തൊക്കെ ഇടും, അലച്ചെടുക്കും. അങ്ങനെ കഴിയാതെ ഇത് പണി ചെയ്യാൻ പോകും. ഇപ്പൊ കൈ പറഞ്ഞ പോലെ നമുക്ക് പൈസ ആയപ്പോഴേക്കും ഈ ബിസ്ക്കറ്റ് മറ്റേതൊക്കെ ചെറിയ വലിയ വലിയ ബേക്കറി പോലും ഇത്ര കച്ചവടം ഇല്ലായിരുന്നു. അന്ന് മേടിക്കാൻ കാശില്ല. അപ്പൊ വേസ്റ്റ് വളരെ കുറവാണ്. അപ്പൊ എല്ലാരും എല്ലാം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പറ്റും. ലൈസൻസ് കൊടുക്കാൻ പറയും നിന്റെ സാധനം നീ അവിടെ കത്തിക്കും. ഹോട്ടലിലേക്ക് മിക്കവാറും ഹോട്ടലിൽ അവരാണ് കൂടുതൽ കൊണ്ടുവന്ന് വലിയ വലിയ കൊടുക്കും തള്ളുന്നു. വീട്ടുകാരും തള്ളുന്നുണ്ട്, വേറെ ഹോട്ടലുകാരും തള്ളുന്നുണ്ട്. അവർക്ക് ഈ വേസ്റ്റ് ഈ പറഞ്ഞ ഇനിയിപ്പം എനിക്കൊന്ന് ലൈസൻസ് കിട്ടണമെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംസ്കരിക്കാനുള്ളത് കൂടെ അറേഞ്ച് ചെയ്തിട്ടേ ലൈസൻസ് കൊടുക്കത്തുള്ളൂ. അങ്ങനെ എന്തോ നിയമമൊക്കെ വരുന്നുണ്ട്. ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള ഒരു രീതി കൊണ്ടുവരണം. അതാണ് ഹോട്ടലുകളായാലും ഈ പറഞ്ഞ കല്യാണ മണ്ഡപങ്ങള് കല്യാണ മണ്ഡലത്തിലൊക്കെ ഒരുവിധമൊക്കെ ഇപ്പം പ്ലാസ്റ്റിക് ഗ്ലാസൊക്കെ എല്ലാം അവർ അത് പ്രത്യേകം വെക്കുന്നുണ്ട്. കല്യാണ മണ്ഡലത്തിലൊക്കെ ഏകദേശം റെഡിയായി. ബാക്കി ഈ ഹോട്ടലിൽ പ്രശ്നം നമ്മളൊരു ഗ്ലാസൊക്കെ എന്തെങ്കിലും വെച്ചാൽ അപ്പോഴേ അവര് ഇതിനകത്തിരുന്നോ അതിനകത്തിരുന്നൊക്കെ പറയുന്നുണ്ട്. ശരി സാറേ, ഞാൻ ഇത് പറയാൻ വളരെ കറക്റ്റ് ആണ്. ശരി സാറേ. ഓക്കെ, താങ്ക് യു.